ഹായ് ഫ്രണ്ട്സ്, ആസാമിലെ മക്കുണ്ടയിൽ നിന്നും ക്രേസി ജോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ മക്കുണ്ടയിൽ വന്നപ്പോൾ ഇവിടെ മക്കുണ്ടയിൽ ഫുള്ള് ലാവയിൽ ചക്ക മാത്രമേ കാണാവുള്ളൂ. ചക്ക എന്ന് പറഞ്ഞാൽ മാങ്ങയുടെ വലുപ്പം മാത്രമേ ഉള്ളൂ ചക്കയ്ക്ക്. കാണുന്നുണ്ടോ ഗൈസ്? ഇതാണ് കേട്ടോ. ആസാമിലെ പുലർകാല കാഴ്ചകളൊക്കെ കണ്ട് നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ആസാമിലെ മക്കുണ്ട മിഷൻ ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ക്യാൻറ്റീനിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും ഓരോ മെനു ആണ്. ഇന്ന് എന്തായാലും അവിടെ പൊറോട്ടയും ചപ്പാത്തിയുമായിരുന്നു, അതിൻ്റെ കൂടെ ദാല് കറിയായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ ഹോസ്പിറ്റലിലെ വിശേഷങ്ങളൊക്കെ കണ്ട് അവിടെ നമ്മൾ പുറത്തിറങ്ങുന്നത് ബസാരിച്ചീര എന്ന ആസാമിലെ സ്ഥലത്തുള്ള ഒരു മാർക്കറ്റിലേക്കാണ്. മക്കുണ്ട വഴി നമ്മളിങ്ങനെ റൈഡാണ് മക്കുണ്ട ക്രിസ്ത്യൻ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ തന്നെ മക്കുണ്ട ക്രിസ്ത്യൻ ഡിയോപ്രസി ജനറൽ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഒരു വൃക്ഷമാണ് നമ്മൾ കാണുന്നത്. ഈ പൂവിൻ്റെ പേര് എന്ന് പറയുന്നത് എഗ് ഫ്രൈഡ് ഫ്ലവർ എന്നാണ്. ഇത് നമ്മുടെ ഡയബറ്റിക് പേഷ്യൻസിന് ഉപയോഗിക്കുന്ന ഒരു ഹെർബൽസ് ആണ്. അപ്പം ഇതൊക്കെ നമുക്ക് ഈ ആസാമിലെ ഗ്രാമീണ കാഴ്ചകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ അത്ഭുതം തന്നെയാണ്. ഒട്ടനവധി വൃക്ഷങ്ങളും സസ്യങ്ങളും ഒക്കെ ഇടതൂർന്ന് നിൽക്കുന്ന ഒരു ഗ്രാമീണ പ്രദേശം തന്നെയാണ് ആസാമിലെ ഈ പറയുന്ന മക്കുണ്ട എന്ന ഗ്രാമം. ആസാമിലെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം കൃഷി ചെയ്യുന്നവരാണ് ഇവിടുത്തുകാർ. കാരണം നെൽകൃഷിയുടെ വിളവെടുപ്പിന് ശേഷം അവർ ഇടവിളയായിട്ട് ചോളവും മറ്റ് പച്ചക്കറി കൃഷികളും എല്ലാം ധാരാളം ഇവിടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ മാർക്കറ്റിലേക്ക് പോകാനുള്ള യാത്രയിൽ നമ്മുടെ രണ്ട് സുഹൃത്തുക്കളും ഇവിടെ നമുക്ക് വേണ്ടി കാത്തു നിൽപ്പുണ്ട്. അപ്പോൾ അവർ ബൈക്കിൽ ഓൾറെഡി മാർക്കറ്റിലേക്ക് പോവുകയാണ്. നമ്മളപ്പോൾ ഇവിടെ നിന്നും ഒരു ഓട്ടോ വിളിച്ച് വേണം നമുക്ക് പുറകെ ഇവരുടെ പോകാൻ. അപ്പോൾ ഇവിടെ ബഗ്ഗി എന്നറിയപ്പെടുന്ന ഒരു സൈസ് ഇലക്ട്രിക് ഓട്ടോയാണ് ഉള്ളത്. ഏകദേശം പുറയിൽ 4 പേർക്കും ഫ്രണ്ടിൽ ഡ്രൈവറുടെ ലെഫ്റ്റും റൈറ്റുമായിട്ട് 2 പേർക്കും നമുക്ക് ഇരിക്കാൻ പറ്റും. അങ്ങനെ മൊത്തം ഡ്രൈവർ ഉൾപ്പെടെ 7 പേർക്ക് യാത്ര ചെയ്യാവുന്ന നല്ല അടിപൊളി ഒരു ബഗ്ഗി തന്നെയാണ്. അപ്പോൾ ഇതിലെ യാത്ര അതിമനോഹരമായിരുന്നു. നമ്മുടെ നാട്ടിലെ ഓട്ടോയിൽ കയറി കഴിഞ്ഞാൽ മാക്സിമം 3 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ നല്ല കംഫർട്ടബിളാണ് ഈ യാത്ര. അങ്ങനെ നമ്മൾ എത്തേണ്ടതായ ബസാരിച്ചീര എന്ന സ്ഥലത്ത് എത്തിയിരിക്കുന്നു. ഇവിടെ നമ്മുടെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ചന്ത ദിവസം തന്നെയാണ്. നമുക്കിവിടുന്ന് കുറച്ച് പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങാനാണ് നമ്മൾ വന്നത്. അങ്ങനെ മാർക്കറ്റിനുള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ഗൃഹോപകരണങ്ങളും ചെറിയ ചെറിയ പാത്രങ്ങളും ഒക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ധാരാളം വളർത്തു മത്സ്യ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ്. കാരണം ഇവിടെ കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ ധാരാളം വളർത്തു മത്സ്യങ്ങൾ തന്നെയാണ്. പറഞ്ഞു മാർക്കറ്റിൻ്റെ ഒരു സൈഡിൽ അവർ കോഴി ഇറച്ചിയും പോർക്കും മറ്റുള്ള വിഭവങ്ങൾ വിൽക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. ഇവിടെ കോഴിയിറച്ചിയൊക്കെ വിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പാർട്ടിനെയാണ്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ ലെഗെങ്കിൽ ലെഗ്, ബ്രസ്റ്റെങ്കിൽ ബ്രസ്റ്റ്, നമുക്ക് ഇഷ്ടമുള്ള പീസ് നമുക്ക് തിരഞ്ഞെടുത്ത് അത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ കോഴിയുടെ കാല്, അതായത് നമ്മുടെ കാൽപ്പത്തി എന്ന് പറയുന്ന ഭാഗം, അതിൻ്റെ തൊലി ഉരിഞ്ഞ് അവർ വെച്ചിട്ടുണ്ട്. അതും ഇവിടെ ധാരാളം ഇവർ കഴിക്കുന്നു എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഇവർ ധാരാളം പോർക്കിറച്ചിയും കഴിക്കുന്നു എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം പോർക്ക് വാങ്ങുന്ന കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നല്ല തിരക്കായിരുന്നു. ഇത് തൂക്കം അനുസരിച്ച് കൊടുക്കുന്നു, പീസാക്കിയിട്ട് നെയ്മീൻ പോലെ അവർ ബിരിയാണിക്കകത്ത് അങ്ങനത്തെ തരും. ഉണക്കും ഇവിടെ ധാരാളം പച്ചക്കറികളൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചീര, പാലക്ക്, മല്ലിയില, ക്യാബേജ്,
അങ്ങനെ ധാരാളം ഐറ്റംസ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എല്ലാം ഇവിടെ നാട്ടിൻപുറത്ത് വിളയിച്ചെടുത്ത വിഭവങ്ങൾ തന്നെയാണ് ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ആവശ്യമായ കുറച്ച് വെളുത്തുള്ളി, ഉള്ളി, ഇഞ്ചി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക് അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങാനായിട്ട് ഒരു കടയിൽ കയറിയാണ്. അപ്പോൾ കയറിയപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്ത് തന്നെ, നമ്മുടെ മലയാളികളല്ലേ, മലയാളികളുടെ സ്വഭാവം എവിടെ ചെന്നാലും കാണിക്കുമല്ലോ. അപ്പോൾ നമ്മളും നല്ലത് നോക്കി സെലക്ട് ചെയ്ത് തന്നെ എടുക്കുകയാണ്. അങ്ങനെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ച് ഇറങ്ങാൻ നേരം ഇവിടെ ഒരു കടയിൽ ലൈവായിട്ട് ജിലേബി ഉണ്ടാക്കുന്നത് കണ്ടു. അപ്പം അത് കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഫ്രഷ് ആയതുകൊണ്ട് തന്നെ നമ്മളൊന്നും നോക്കിയില്ല. അവർ 50 രൂപയ്ക്ക് നമ്മളും വാങ്ങിച്ചു. അപ്പോഴാണ് അറിഞ്ഞത് കിലോയ്ക്ക് 50 രൂപയേ ഉള്ളൂ എന്നത്. ഇവിടുത്തെ ജിലേബി നമ്മൾ നാട്ടിലെ പോലെ നല്ല സ്വീറ്റ്സ് ആണെന്ന് ചോദിച്ചാൽ സ്വീറ്റ്സ് ആണ്, എങ്കിലും ഇതിൻ്റെ മധുരത്തിനോടൊപ്പം ചെറിയൊരു പുളിപ്പും ഉള്ളതാണ്. എന്തായാലും സ്വീറ്റ്സ് ഇവിടെ ധാരാളം ഇവർ കഴിക്കുന്നുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. നമ്മളവിടെ ഇല്ലാത്ത വിത്ത് വല്ലതും ഉണ്ടോ എടുത്തോ? ഈ സാധനം നാട്ടിൽ കിട്ടത്തില്ല. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ആസാമിലെ മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് നടക്കുകയാണ്. ഇവിടെ ധാരാളം തുണിത്തരങ്ങളും ഹൗസ് ഹോൾഡ് ഐറ്റംസും ചെരുപ്പുകളും ഒക്കെ ധാരാളം വിൽക്കുന്ന ഷോപ്പുകൾ കാണാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മളെന്തായാലും 4 മണി ഒക്കെ കഴിഞ്ഞുകൊണ്ട് ഒരു ചായ കുടിച്ചാൽ കൊള്ളാം എന്നൊരു മോഹം തോന്നി. അങ്ങനെ നമ്മൾ ഒരു ചായ കുടിക്കാനായിട്ട് ഒരു കട നോക്കുകയാണ്. അപ്പോൾ നമ്മ പറഞ്ഞ ചായ ഇതാണ്. ഇവിടെ ചായ ലഭിക്കുന്നത് 2 ടൈപ്പിലാണ്. കാരണം നമ്മുടെ ഗ്ലാസിൻ്റെ വലുപ്പം അനുസരിച്ച് 5 രൂപ, 10 രൂപ എന്നീ തരത്തിൽ ചായ ലഭിക്കും. ചായയുടെ കൂടെ ഒരു ചാട്ടും നമ്മൾ വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. എന്തായാലും ചായ നന്നായിരുന്നു, ചാട്ടും നല്ല അടിപൊളി തന്നെയായിരുന്നു. കഴിക്കുമ്പോൾ തന്നെ അങ്ങനെ പറയരുത്, മോശം. ചായ പറഞ്ഞില്ല ചായച്ച അങ്ങനെ നമ്മുടെ ഷോപ്പിങ്ങും ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് തിരികെ പോവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു ആസാം കാഴ്ചകളുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.